ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ഒരു ഇതാട്ടോ, രാവിലെ ഒരു 7 മണിയൊക്കെ ആയ സമയത്തുള്ളൊരു കാലാവസ്ഥ കേട്ടോ. നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണേ. അപ്പം രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ കണ്ട സീന, അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അങ്ങോട്ടേക്കൊന്നും ഒന്നും കാണാനില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതും കാണിച്ചു തരുന്നുണ്ട്. അവിടേക്കൊന്നും മുന്നിലൊരു ഹൈവേ റോഡൊക്കെയാണ്. റോഡ് പോയിട്ട് വീട് ഒന്നും മനസ്സിലാകുന്നില്ല. അത്രയ്ക്കും മഞ്ഞാട്ടോ. പക്ഷെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അതേപോലെ ഹലോ, ഗുഡ് മോർണിംഗ്. അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കണമെന്ന് കരുതിയിട്ടോ. ഇന്ന് രാവിലെ കുളിച്ചത് അച്ഛൻ മരിച്ചിട്ട് 5ാമത്തെ ശ്രാദ്ധ കേട്ടോ. അപ്പം ബലിയിടാനൊന്നും ഇവിടുന്ന് പോയിട്ട് നമുക്ക് പറ്റൂലല്ലോ, തണുപ്പായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ബലിയിടാൻ പോവുമായിരുന്നു. നാട്ടിലായിരുന്നു ഇതുവരെ ഞാൻ എല്ലാ വർഷവും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പോയില്ല കേട്ടോ. മോൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ കുളിച്ചതാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ തണുപ്പാകുമ്പോൾ തണുപ്പ്, ചൂടാകുമ്പോൾ ചൂട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമോ. അപ്പോൾ നല്ല തണുപ്പ് രാവിലെ തന്നെ. ഇപ്പം മക്കൾക്കൊക്കെ സ്കൂളൊക്കെ 6:30 ഇപ്പം സമയമൊക്കെ മാറ്റിയല്ലോ. 7:30 തണുപ്പായാൽ തുടങ്ങുക. അതിപ്പോൾ 10 മണിക്ക് ആക്കി. കാരണം തണുപ്പ് കൂടിയതുകൊണ്ട് അപ്പോൾ എല്ലാം അങ്ങോട്ടൊക്കെ ലേറ്റായി. ഇപ്പം മോളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടാണ്. ഏട്ടൻ ഓഫീസിലും പോയി. ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ. മോൾ സ്കൂളിലേക്ക് പോയി. തുണിയൊക്കെ കഴുകിയിട്ട് മിഞ്ഞാന്ന് കഴുകിയിട്ടതാട്ടോ. മിഞ്ഞാന്ന് അതിൻ്റെ തലേണം ഇതൊക്കെ ഒരു വെയിലില്ലാത്തതുകൊണ്ട് ഒന്നും ഇങ്ങനെ ഒരു നനഞ്ഞ ഫീലാട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കണം. ഉണങ്ങാനില്ല. ഉണങ്ങിയോന്ന് വെച്ചാൽ ഉണങ്ങി. പക്ഷേ ഇങ്ങനെ ഒരു അറിയാലോ, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, നനഞ്ഞ ഫീലാട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് അവിടെ പുറത്ത് കൊണ്ടിടണം. രാത്രിയാകുമ്പോൾ കഴുകിയതൊക്കെ എടുത്ത് ഞാൻ അകത്തേക്ക് കൊണ്ടുവെക്കിട്ടു. അപ്പോൾ ആ മഞ്ഞ് വീണിട്ടൊക്കെ നനയും. പിന്നെ ഇതെല്ലാം പുറത്ത് കൊണ്ട് വെച്ചിടട്ടെ. കൈ ഇങ്ങനെ മരവിക്കുന്നു. കൈയൊക്കെ ഇങ്ങനെ എന്തോ പോലെയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഐസ് വെച്ച് കുറേ നേരം കയ്യിൽ വെച്ചേക്കണേ അതേമാതിരി ഇങ്ങനെ പുറത്ത് പോയിരുന്നു കേട്ടോ. അത്രയും നല്ല അടിപൊളി തണുപ്പാണ്. അപ്പോൾ അതാ എല്ലാവരും കഴിച്ചു പോയി. എനിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരാൾ 8 മണിയാകുമ്പോൾ പോയി. മറ്റേ ആൾക്ക് ഇപ്പോൾ സ്കൂളിൽ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയാൽ മതി. ഓരോരുത്തർക്ക് ഓരോരോ സമയമാണ്. അപ്പം എനിക്കുള്ള ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കിയാലേ നമുക്ക് കഴിക്കാൻ തന്നെ തോന്നുള്ളൂ. തണുത്തത് കഴിക്കാനേ തോന്നൂല. അപ്പം അപ്പോഴെപ്പോഴും ചുട്ടെടുക്കുക കേട്ടോ ചെയ്യാം. ഞാനെന്താ അപ്പോൾ എനിക്കുള്ളപ്പോൾ ഞാൻ ചുടുന്നു. മോളൊക്കെ സമ്മതിക്കണം. അവരെ സ്കൂളിലൊക്കെ പോണ ചെറിയ കുട്ടികളൊക്കെ പിന്നെയും ലീവായി തോന്നുന്നു. ഇവർക്ക് വലിയ ക്ലാസ്സുകാരായതുകൊണ്ട് അവർക്ക് ക്ലാസ് ഉണ്ട്.
കൈ ഇങ്ങനെ ഇങ്ങനെ തൊടുമ്പോൾ ഇല്ലേ ഇങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ മരവിക്കുക. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കൈ വെച്ചിരിക്കാൻ നല്ല സുഖം. അപ്പോൾ ചൂടത്താണെങ്കിൽ അടുക്കളയിലേക്ക് വരാനേ പറ്റൂല. തണുപ്പത്ത് നല്ല സുഖം പണിയെടുക്കാം കേട്ടോ. ചൂട് അടുപ്പിനുള്ള ഗ്യാസിലുള്ള പണിയൊക്കെ എടുക്കാൻ. അല്ലാത്ത പണികളൊക്കെ എടുക്കാൻ നമ്മളെ കൊണ്ട് ചൂടത്ത് ബുദ്ധിമുട്ടാണ്. മറ്റു കറികളൊക്കെ ഇപ്പോൾ തണുപ്പത്ത് എത്ര ദിവസം വേണം വെച്ചാലും ഒന്നാവില്ല. ചൂടത്തതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചാൽ അത് ചീത്തയായി പോയി. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയോ പിന്നെ ആ കറി ചീത്തയായി. കൈ ഇങ്ങനെ വെച്ച് ചൂടാക്കാൻ നല്ല സുഖമാണ്. ഇവിടെയൊക്കെ നിൽക്കുന്നവർക്ക് അറിയട്ടെ ഞാൻ പറയുന്ന ഒരു തണുപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ചട്ടി ചൂടായി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കണം. നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴാട്ടോ ഈ പൊറാട്ടാസൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചപ്പാത്തി ഇപ്പോൾ മറ്റു ഡ്രൈ ആയിട്ടുള്ളത് ഈ തണുപ്പത്ത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇടയ്ക്ക് പിന്നെ അല്ലാതെ ഉണ്ടാക്കും. അവൾക്ക് ഉണ്ടാക്കിയ ചപ്പാത്തി ഇതാ ബാക്കിയായിട്ടാ. എന്നിട്ട് അവളൊരു കഷ്ണം എടുത്ത് കഴിച്ചത്. അതും കൂടെ എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവേ. എല്ലാവരും പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാം കേട്ടോ. എല്ലാവരും ഉച്ചയ്ക്ക് ഒക്കെ വരുമല്ലോ. അപ്പോഴേക്ക് ചോറും കറി ആക്കിയാൽ വേഗം കഴിക്കട്ടെ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നത് അങ്ങനെ ഞാൻ ചായ കുടിക്കുക കേട്ടോ. ചായ കുടി കഴിഞ്ഞപ്പോൾ തുണി ഉണ്ടായിരുന്നു 2-3 ദിവസത്തെ. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ നനവ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ 1-2 മോളുടെ ഉണങ്ങാത്ത തുണിയൊക്കെ ഒന്ന് പുറത്ത് അതിലേക്ക് കൊണ്ടുവിട്ടത്. അപ്പോൾ ഞാനപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നോക്കി. ചെടിയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, റോസാപ്പൂവൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് വന്ന് നോക്കി. പിന്നെ ഞാൻ എന്താ പറയുക ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് അങ്ങനെ എന്നൊന്നും വെള്ളം ഒഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് എല്ലായിടത്തിലും അതിനൊക്കെ ഒന്ന് നോക്കി ഒക്കെ ഒന്ന് അവിടുന്ന് പോകുന്നതാട്ടോ. തുളസിയൊക്കെ കണ്ട അതിനെ ഉണങ്ങിയ മാതിരി വരുന്നു. കറിവേപ്പില എല്ലാം ഇങ്ങനെ തൊലി ഒരു പൂക്കളൊക്കെ എല്ലാം പോയിട്ടില്ല. ഇങ്ങനൊക്കെ പറിച്ചെടുക്കല. വെറുതെ എല്ലാം ഉണങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പഴുത്ത് വരും. ഡെയിലി ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കൂല കേട്ടോ. തണുപ്പായതുകൊണ്ട് ബാൽക്കണിക്ക് വരവ് തന്നെ തുണി കഴുകണ ബാൽക്കണിക്ക് വരുള്ളൂ. അപ്പോൾ 2 കരിവേപ്പില കറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട്. ചട്ടിയല്ല സ്റ്റാൻഡ്. തണുപ്പ് കഴിയാതെ അങ്ങോട്ടൊന്നും പോയിക്കൂടാ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താ കാലാവസ്ഥ കണ്ട.
അവിടെ ഹൈവേ റോഡ്, അത് കാണുന്നും കൂടിയില്ല. വണ്ടി പോകുന്നതൊന്നും കാണില്ല. ഹൈവേ മറ്റ് ചൂടത്ത് എല്ലാം അങ്ങനെ ക്ലിയറായി കാണാം. ഇതിലങ്ങനെ വണ്ടി പോകുന്നതായിട്ടല്ലേ കാണണ്ടോ. ഹൈവേ റോഡാണ് നേരെ കാണുന്നത് കേട്ടോ. വണ്ടി പോയിട്ട് ഒന്നും കാണില്ല. ഇന്ന് ലേശം ഒന്ന് വെളിച്ചുണ്ട് ഇപ്പോൾ. ഇനി ഇന്നത്തെ ഹങ്കാമ തുടങ്ങിയിട്ട് അതൊക്കെ വാരി വലിച്ചിട്ട് ഒരൊറ്റ പൊക്ക ഇതൊക്കെ നല്ലൊരു സ്നാക്കാട്ടോ. ഇത് ബീട്രൂട്ടിൻ്റെ ഒരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണുള്ള പണി. ആ തുണി ഞാൻ 2 എണ്ണം ഞാൻ കൊണ്ട് വിരിച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിയ പോലത്തൊക്കെ ഞാൻ ഓരോരുത്തരുടേതായ തുണികളൊക്കെ മടക്കി വെക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തുണി മടക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏറ്റവും വലിയ എല്ലാവർക്കും ആണോയെന്ന് അറിഞ്ഞൂടാ. പൊതുവെ എല്ലാവരോടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാല് സോക്സ് ഇടായിട്ട് തണുത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം സോക്സൊക്കെ ഇട്ട് പിന്നെ ഞാൻ നമ്മുടെ സോഫയൊക്കെ വാരി വലിച്ചിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒതുക്കി പെറുക്കി നല്ലോണം വിരിച്ചിട്ട് പിന്നെ ഫ്രൂട്ട്സ് തലേന്ന് കൊണ്ടുവന്നതൊക്കെ ബാസ്ക്കറ്റിലൊന്നും ആക്കി വെച്ചില്ലായിരുന്നു. ഒക്കെ അങ്ങനെയൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ബാസ്ക്കറ്റ് കഴുകാനും ഇട്ട് അതിലൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി നോക്കിക്കോ എന്താ ഇപ്പം ഉണ്ടാക്കുക എന്നുള്ള നിലയിലെ. അപ്പോൾ ഉപ്പേരി വെക്കാൻ 2 ദിവസമായിട്ടൊക്കെ കൊണ്ട് വെച്ച് ഇങ്ങനെ ചക്ക ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ കൊത്തൻ ചക്ക അല്ലതാനും ഒരു ഉപ്പേരി ചക്ക പോലെ കിട്ടുമല്ലോ. നാട്ടിലിപ്പം ഞങ്ങളെ വീട്ടിലൊന്നും ഇപ്പോൾ ചക്കയൊന്നും ഇപ്രാവശ്യം ഉണ്ടായില്ല എന്നാണ് വീട്ടിലേക്കൊക്കെ വിളിക്കും പറയണത്. പക്ഷേ എന്തോ എനിക്ക് ഇപ്രാവശ്യം ഈ ചക്കയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രാവശ്യമല്ല എല്ലാ പ്രാവശ്യവും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനത് പിന്നെ അരിഞ്ഞ് പിന്നെ കൊത്തി കൊത്തി അരിഞ്ഞുണ്ടാക്കണം. ഇതിനൊക്കെ കുറേ സമയം വേണേ. അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ആരൊക്കെയോ ബെല്ലടിച്ച് ഒരാൾ ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ വന്ന് നോക്കിയൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലേക്ക് ഈ തണുപ്പത്ത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ ആരോ മറ്റേത് എന്താ പറയുക വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ബെല്ലടിച്ചപ്പം പിന്നെ അവൾക്ക് വേസ്റ്റും കൊണ്ടുപോയി. അപ്പോഴൊക്കെ ഇത് ഇങ്ങനെ അവിടെ ഇട്ടിട്ടാട്ടോ പോരുക. അപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെയും ഞാൻ വേസ്റ്റിൻ്റെ ബക്കറ്റ് ഒക്കെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ കൈയൊക്കെ കഴുകി പിന്നെയും ഇത് അരിയാൻ വേണ്ടി നിൽക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് അരിയാൻ നിൽക്കുമ്പോഴാണ് ഓരോരുത്തർ ബെല്ലടിച്ചത്. അപ്പോഴൊക്കെ നമ്മളെ സമയം പോയല്ലോ. ഓൾറെഡി ഞാൻ ഇന്ന് നേരം വൈകിയിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നാമത് നേരം വൈകി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് വെള്ളം വെച്ച് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് അപ്പോഴേക്കൊക്കെ അരിഞ്ഞപ്പോൾ ഈ ചക്ക അരിഞ്ഞ് ലാസ്റ്റ് ഉണ്ടാവില്ല ഒരു ചക്കക്കൂന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ചമ്മ കറി വെക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് മസാല അരച്ച്. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ പോയി നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ഫുള്ള് കട്ടയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പേരി വെക്കണമല്ലോ. അപ്പോൾ ആ ചീനച്ചട്ടീൻ്റെ ഉള്ളിൽ അവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ആ പാത്രം ഞാൻ ആ ചീഞ്ചട്ടിയിൽ ഇറക്കി വെച്ച് അതൊന്ന് ഉരുകട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അല്ലാതെ ഇങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുറേ നേരം വെച്ചപ്പോൾ അത് നന്നായിട്ട് ഉരുകിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത്ര കാര്യമായിട്ടൊന്നും ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് ചുവന്ന മുളകും ഇട്ട് പിന്നെ ചക്ക അരിഞ്ഞത് ചെറുതായിട്ട് അരിയണത് ലേശം വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ സമയമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പം 1 മണിയാകുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ പിന്നെ മോൾക്ക് 3 മണി വരെ ക്ലാസ് ആയതുകൊണ്ട് പിന്നെ അവൾ ഉണയിക്കേണ്ടാവില്ല. അവൾ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയതാണ്. അപ്പം പിന്നെ ചേട്ടനൊക്കെ ഊണയിക്കാൻ വരുമ്പോഴത്തേക്ക് റെഡി ആവണമല്ലോ. അപ്പോൾ ഞാൻ വേഗം കടുകൊക്കെ പൊട്ടിച്ച് എന്താ പറയുക ചക്ക അരിഞ്ഞതും അതിലിട്ട് ഉപ്പിട്ട് ഒരു തുള്ളി വെള്ളം അങ്ങനെ കൈകൊണ്ട് കുടഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് അടച്ചു വെച്ചതാണ്. അപ്പോൾ ഞാൻ വേഗം മീൻ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അറിയാലോ ഇവിടുത്തെ മീൻ ഞാനിങ്ങനെ തലേന്ന് കുടമ്പുളിയിട്ട് വെച്ച് വേവിച്ച് വെക്കുക കേട്ടോ ചെയ്യുക. മസാല ഒരു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് കുടമ്പുളി ഇട്ട് വേവിച്ച് വെക്കുക ചെയ്യുക. എന്നാലേ നല്ലപോലെ ആ മീനിലേക്കൊന്നും പുളി പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് പിന്നെ കടുകും എണ്ണയും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് സവോള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ.
എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച മീനിലേക്കിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യൽ. അങ്ങനെയാണ് ഞാൻ പുതിയ മീൻ കൊണ്ടുവന്ന അന്ന് തന്നെ ഞാനെടുത്ത് ഇങ്ങനെ തിളപ്പിച്ച് വെക്കും കേട്ടോ. ഇല്ലെങ്കിലുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ കറിയൊക്കെ വേഗം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആരോ ബെല്ലടിച്ചു. അപ്പോൾ പിന്നെ അവരെ പിന്നാലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അച്ഛൻ്റെ ശാരദാണെന്ന്. അപ്പോൾ ഇന്ന് പിന്നെ കപ്പ കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായിട്ടോ കപ്പ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ കപ്പ വെട്ടിയപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. പക്ഷേ കപ്പ ഞാനത് ഒന്ന് നന്നായിട്ട് എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം വെക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ, ചായക്കാവും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നല്ലപോലെ, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഞങ്ങളെ നാട്ടിലേക്കൊക്കെ പറയാം ചേക്കാലും ഇടുകയെന്ന് അറിയട്ടെ, എന്താണെന്നറിയില്ല പറയുന്നത്. അങ്ങനെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ ഒരു കറുപ്പ് ഒരു ഇതിങ്ങനെ വരുമല്ലോ, അതിനെന്താ എല്ലാവരും പറയാമെന്ന് എനിക്കറിയില്ല. ആദ്യം ഞാൻ വിചാരിച്ച് പകുതി വെക്കാൻ, പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഒരു കഷ്ണമായിട്ട് ഇനി അവിടെ വെക്കേണ്ട, ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കഷ്ണം കൂടെ എടുത്തിട്ടോ. പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പം മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. അപ്പം പിന്നെ വെറുതെ ചമ്മന്തി മാത്രമാക്കി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഫുള്ളും കപ്പയൊക്കെ എടുത്തു കേട്ടോ. അപ്പം ചില ഭാഗമൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതിൽ 1-2 എണ്ണമൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ പച്ചയ്ക്ക്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് ഇതാ 12:15 സമയം കേട്ടോ. അപ്പോൾ ഇനി ഇവരൊക്കെ ഏകദേശം ഇതാ 12:15 സമയം. ഇനിയിപ്പോൾ ഇവരൊക്കെ ഊണയിക്കാൻ വേണ്ടി വരും. അപ്പോഴേ കിച്ചണിൽ നിങ്ങൾ കയറിയപ്പോഴത്തേല്ലേ ഇന്ന് ഭയങ്കര കിച്ചണിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പ്. അപ്പം ഞാൻ ഇച്ചിരി നല്ലോണം പുതച്ച് ഇവിടെ ഇരിക്കുക. പണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയും ബാക്കിയുള്ള പരിപാടിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. കപ്പ ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടുള്ളൂ, വൈകുന്നേരം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഉള്ളത് കാണാം. അപ്പോൾ ഏട്ടൻ 1 മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചോറും കറിയൊക്കെ ഞാൻ കൊണ്ടുവച്ചതാട്ടോ. അപ്പോൾ അതാ മീൻകറി. പക്ഷേ മീൻകറി ഞാൻ കഴിച്ച് നോക്കിയ സമയത്ത് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ചൂര മീനായിരുന്നേ, വലിയ രസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം വാഴയില വേണമായിരുന്നല്ലോ, അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയിലേക്ക് പോയതാട്ടോ. അപ്പോൾ ഞങ്ങൾ റെസിഡൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ അടുത്താണ് ഈ വാഴേൻ്റെ ഇതുള്ളത് കേട്ടോ. പിന്നെ ഹിന്ദിക്കാരും അങ്ങനെ വാഴയില ഒന്നും ഉപയോഗിക്കാറില്ല. ഉള്ളത് സൗത്ത് ഇന്ത്യൻസ് മാത്രമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വാഴേൻ്റെ ഇല ഈ അട ഉണ്ടാക്കാനും എന്തിനെങ്കിലുമൊക്കെ പറിച്ച് കൊണ്ടുപോകട്ടെ. അപ്പോൾ എനിക്ക് പോയിട്ട് എത്തൂല. അപ്പോൾ ഏട്ടനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോയിട്ട് ഇവർ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അടയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി. ഇവിടുത്തെ വാഴയിലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങനെ ഇല പൊട്ടി പോയത് ഇലയായിട്ടുള്ളൂ. അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് ഞാൻ എടുത്തുന്നുള്ളൂ. അപ്പോൾ അത് അവർക്ക് വന്നപ്പോഴേക്ക് ചായയും പിന്നെ അടയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ അടയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അച്ഛനും ഇങ്ങനെ നേർച്ച കൊടുക്കല്ലോ നമ്മൾ. അപ്പോൾ ഞാനിതാ വൈകുന്നേരം ആയപ്പം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അച്ഛനുള്ള ഇത് നേർച്ചയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഇതാ നേർച്ച കൊടുത്ത ഇത് ഞാൻ മോനും ഒക്കെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ഞാനത് ഒന്ന് ഇതിലും ഷെയർ ചെയ്തതാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ.